Dear students, welcome to my YouTube channel G-Form Educational Solutions. ഇന്നത്തെ സെക്ഷനിൽ ഞാൻ CBSE 10th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ഫസ്റ്റ് ലെസൺ റിയൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. Actually, this lesson is a continuation of 9th standard CBSE, the first lesson, that is number system. So, രണ്ടിലും basically ഡിസ്കസ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സിനെ കുറിച്ച് തന്നെയാണ്. In 10th standard, the syllabus is discussing about two concepts of real numbers, that is the Euclid's division lemma and fundamental theorem of arithmetics. Whereas in 9th standard, they are discussing about some different concepts like conversion of non-remitting recurrent decimals in p by q form into p by q form, then visualization of decimals on number line, representation of irrational numbers on number line, etc. etc. എന്തായിരുന്നാലും ബേസിക് ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ രണ്ടും റിയൽ നമ്പേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടി വരുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. വാട്ട് ആർ റിയൽ നമ്പേഴ്സ്? ഈ റിയൽ എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് മാത്സിൽ യൂസ് ചെയ്ത് തുടങ്ങുന്നത് 17th സെഞ്ച്വറി തൊട്ടാണ്. അക്കാലത്തുണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് മാത്തമെറ്റിഷ്യൻ റെനെ ഡെക്കാർത്തസ്, അദ്ദേഹമാണ് റിയൽ എന്ന് പറയുന്ന വേർഡ് മാത്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റിയൽ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം റിയൽ അല്ലാത്ത മറ്റെന്തോ ഒന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടിനെയും വേർതിരിക്കാൻ വേണ്ടി ഇതിനെ റിയൽ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അത് ശരിയാണ്. മാത്സിനകത്ത് റിയൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്. സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് ഇമാജിനറി നമ്പേഴ്സ്. വെൻ ഇമാജിനറി നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ് കമ്പൈൻ, കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഫോംഡ്. But you have to learn about such complex as well as imaginary numbers only in your 11th standard classes. Only up to 10th standard you have to learn only about real numbers. 10th standard വരെ ഏത് സിലബസ്, CBSE ആയാലും ICSE ആയാലും IGCSE ആയിരുന്നാലും സ്റ്റേറ്റ് സിലബസ്, കേരള സ്റ്റേറ്റ് സിലബസ് ആയിരുന്നാലും എല്ലാ കുട്ടികളും റിയൽ നമ്പേഴ്സിനെ കുറിച്ച് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ? സോ നമുക്ക് റിയൽ നമ്പേഴ്സിലോട്ട് പോകാം. നിങ്ങൾ റിയൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഡെഫിനിഷൻസ് ലഭ്യമാണ്. നമുക്ക് അതിൽ ഏറ്റവും സിമ്പിളായ ഒരു ഡെഫിനിഷനിലേക്ക് കടക്കാം. വാട്ട് ആർ റിയൽ നമ്പേഴ്സ്? Real numbers are the numbers that can be represented on a number line. Otherwise, we can represent all real numbers on number line. Each real number has an exact position or location on the number line. So, real numbers-ന്റെ പ്രത്യേകത, റിയൽ നമ്പേഴ്സിനെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ എന്താണ് ലൈൻ എന്ന് യൂക്ലിഡ്സ് ജോമെട്രിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈൻ ഈസ് ബ്രെഡ്ത്ത്ലെസ് ലെങ്ത്. നമുക്ക് ബ്രെഡ്ത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ലെങ്ത് മാത്രമുള്ള ഒരു മാത്തമെറ്റിക്കൽ കൺസ്ട്രക്ഷനാണ് നമ്മൾ സാധാരണ ലൈൻ എന്ന് പറയുന്നത്. എ ലൈൻ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. ഈച്ച് പോയിൻറ്റ് ഓൺ ദി ലൈൻ, ഹിയർ നമ്പർ ലൈൻ, ഈച്ച് പോയിൻറ്റ് ഓൺ ദ നമ്പർ ലൈൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യുണീക്ക് റിയൽ നമ്പർ. നമുക്ക് അതിനകത്ത് ഓരോ പോയിൻ്റെയും ഒരു യുണീക്കായ റിയൽ നമ്പർ കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു പോയിൻറ്റിന് ഒരു നമ്പർ. ഒരിക്കലും ഒരു പോയിൻ്റ് രണ്ട് റിയൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യില്ല എന്നർത്ഥം. ക്ലിയർ? സോ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഒന്നുകൂടെ നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. ഈ റിയൽ നമ്പേഴ്സിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിയൽ നമ്പേഴ്സ് ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു. Real numbers can broadly be classified into two. Real numbers can broadly be classified into two. Rational numbers and irrational numbers. Rational numbers and irrational numbers. അപ്പോൾ നമുക്കിനി അടുത്ത് വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. റാഷണൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം p by q, വെയർ p and q ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. അതായത് പിയും ക്യൂവും ഇൻറ്റീജർ ആകത്തക്ക രീതിയിൽ ഒരു p by q ഫോം ഉള്ള നമ്പറിനെ നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നു. അത്തരത്തിലില്ലാത്ത നമ്പറിനെ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഞാൻ 5 എന്നൊരു നമ്പർ എഴുതുന്നു, 0.5 എന്ന മറ്റൊരു നമ്പർ എഴുതുന്നു, ദെൻ √5 എന്നൊരു നമ്പർ എഴുതുന്നു, പൈ എന്നൊരു നമ്പർ എഴുതുന്നു. ക്ലിയർ? ഇവിടെ 5ന് ഞാൻ p by q ഫോം കൊടുത്താൽ എനിക്കതിനെ 5/1 എന്ന് പറയാം.
0.5 എനിക്ക് 5/10 എന്ന് പറയാം. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് 1/2 എന്ന് കിട്ടും. ദെൻ √5 എനിക്ക് √5/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പൈ എനിക്ക് π/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ π/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ p/q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗട്ട് തോന്നാം. നിങ്ങൾ പല ക്ലാസ്സുകളിലും കൊച്ചു ക്ലാസ് തൊട്ട് കേൾക്കുന്നതാണ് പൈക്ക് 22/7 എന്നൊരു വാല്യൂ. പൈ 22/7 എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 3.14 എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും പൈയുടെ വാല്യൂസ് അല്ല. പൈ എന്ന് പറയുന്നൊരു ഇറാഷണൽ നമ്പറാണ്. 22/7 ഒരു ഫിക്സഡ് ഫ്രാക്ഷനാണ്, റാഷണൽ നമ്പറാണ്. 3.14 ഒരു ഡെസിമൽ ഫ്രാക്ഷനാണ്. പക്ഷേ വീണ്ടും ഒരു പ്രത്യേകത, ഈ രണ്ട് നമ്പർ പോലും തുല്യമല്ല. കാരണം ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. ഇത് 22/7 22/7 എന്ന് പറയുന്നത് ഒരു നമ്മൾ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്താൽ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽസ് വരും. സോ പൈ 22/7 ഈക്വൽ അല്ല, പൈ 3.14 ഈക്വൽ അല്ല, 22/7 3.14 പോലും പരസ്പരം ഈക്വൽ അല്ല. ഇതൊക്കെ പൈയുടെ അടുത്തുള്ള വാല്യൂകളാണ്, അപ്രോക്സിമേറ്റ് വാല്യൂസാണ്. നമുക്ക് മാത്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പൈക്ക് ഒരു ഏകദേശ വാല്യൂ മാത്സ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പൈക്ക് നമുക്ക് ഒരിക്കലും 22/7 ആണ് പൈ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് പൈയെ നമുക്ക് ഇത് π/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ നമ്പർ പരിശോധിച്ചാൽ 5ന് 5/1, ഇവിടെ 5 ഇൻറ്റീജറാണ്, 1 ഇൻറ്റീജറാണ്. സോ പിയും ക്യൂവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റീജർ ആകത്തക്ക രീതിയിൽ ഇതിനൊരു p/q റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ക്ലിയർ? ദെൻ ഇവിടെ നോക്കിയാൽ ഇവിടെയും 0.5ന് നമുക്ക് 1/2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 1 ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്, അതുപോലെ 2ഉം ഒരു ഇൻറ്റീജറാണ്. ഇവിടെ 0.5നും ഒരു p/q ഫോം ഉണ്ട്. വേറെ നമ്മൾ ഈ നമ്പറിലോട്ട് വരുമ്പോൾ ഇവിടെ √5/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 1 ഇൻറ്റീജറാണ്, പക്ഷേ √5 ഇൻറ്റീജർ അല്ല. സോ ഇതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റീജർ ആകത്തക്ക രീതിയിൽ ഒരു p/q ഫോം ഇല്ല. സോ നമുക്കിതിനെ റാഷണൽ നമ്പർ എന്ന് വിളിക്കാൻ പറ്റില്ല. ക്ലിയർ? അതുപോലെ പൈയുടെ കേസിലും പൈയുടെ എക്സാക്ട് വാല്യൂ ഇതല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് π/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ 1 ഒരു ഇൻറ്റീജറാണ്, പൈ ഒരു ഇൻറ്റീജർ അല്ല. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റീജർ ആകത്തക്ക രീതിയിൽ ഒരു p/q ഫോം അവിടെയും ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഈ നമ്പേഴ്സിന് ഈ രണ്ട് നമ്പറിനെ നമുക്ക് എന്തെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, റാഷണൽ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? സോ റാഷണൽ നമ്പറിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റീജർ ആകത്തക്ക രീതിയിൽ ഒരു p/q ഫോം ഉണ്ടാകും. ദർ ഇസ് എൻ എക്സ്റ്റൻഷൻ q not equal to 0. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. വൈ? അതും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഡിനോമിനേറ്റർ എന്തുകൊണ്ട് 0 ആകാൻ പാടില്ല? ഇപ്പോൾ ഞാൻ 6/3 എന്ന് എഴുതിയാൽ യു ഗെറ്റ് 2. ക്ലിയർ? 2 into 3 will make 6. ഇവിടെ ഒരു ഡിവിഷൻ അൽഗോരിതം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഡിവിഷൻ്റെ കേസിലുള്ള ഒരു അൽഗോരിതം അത് പറയുന്നത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അതായത് കോഷ്യൻറ്റും ഡിവൈസറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്താൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടണം. ഞാനിപ്പോൾ 6നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ 0 എന്ന് എഴുതുന്നു കരുതുക. അല്ലെങ്കിൽ 6നെ മറ്റു സിറ്റുവേഷനിൽ ഒരു കുട്ടി 0 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 എന്ന് എഴുതുന്ന കരുതുക. ഇവിടെ 0 into 0 നമുക്കൊരിക്കലും 6 തരില്ല. അതുപോലെ തന്നെ 6 into 0യും 6 തരില്ല. സോ 6/0 നോട്ട് ഈക്വൽ ടു 0 ആൻഡ് നോട്ട് ഈക്വൽ ടു 6. സോ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ മാത്സ്. വൈ? ഡിവിഷൻ ബൈ 0 ഡസ് നോട്ട് ഒബേ ഡിവിഷൻ അൽഗോരിതം. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മളിവിടെ റാഷണൽ നമ്പറിനെ ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ p/q ഫോമിൽ q 0 ആകാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ്, വാട്ട് ആർ ഇറാഷണൽ നമ്പേഴ്സ്? Rational numbers definition: the numbers that can be represented in the form p/q, where p and q are integers and q not equal to 0. Irrational numbers: the numbers which cannot be represented in the form p/q, where again p and q are integers and q not equal to 0. Clear? ഇനി നമുക്ക് അടുത്ത റാഷണൽ നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. Rational numbers can again be classified into two: integral numbers and non-integral numbers. Integral numbers and non-integral numbers. What are integral numbers? The numbers that can be written without a fractional component. ഒരു fractional component ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് integral numbers. Integral numbersനകത്ത് വരുന്ന നമ്പേഴ്സാണ്
ഇൻറ്റഗ്രൽ നമ്പേഴ്സിനടുത്ത് വരുന്ന നമ്പേഴ്സ് ഒന്ന് ഇൻറ്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. ഇതെല്ലാം ഇൻറ്റഗ്രൽ നമ്പേഴ്സിനകത്ത് വരുന്ന നമ്പേഴ്സാണ്. ഇതിലെന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മറ്റൊരു പേരാണ് കൗണ്ടിങ് നമ്പേഴ്സ്. ആ വേർഡിൽ തന്നെ നമുക്ക് ആൻസർ ഉണ്ട്. കൗണ്ടിങ്, ദ നമ്പേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കൗണ്ടിങ് ആർ കോൾഡ് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് സീറോ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് സീറോ ആർ കോൾഡ് ഹോൾ നമ്പേഴ്സ്. ഇതിനോടൊപ്പം സീറോയും കൂടെ ചേർന്നാൽ നമ്മളതിനെ ഹോൾ നമ്പർ എന്ന് വിളിക്കും. Then natural numbers, negatives of natural numbers and zero together called integers. Natural numbers അതിൻ്റെ എല്ലാം negatives, zero ഇത്രയും ചേർന്നാണ് ഇൻറ്റീജർ. മനസ്സിലാക്കുക. ഇപ്പോൾ -3.5 നമ്മൾ പറയാൻ ശ്രമിക്കുന്നു, അതൊരു നെഗറ്റീവ് സൈൻ കണ്ടുടൻ കുട്ടികൾ പറയും അതിനെ നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയും. അതൊരിക്കലും നെഗറ്റീവ് ഇൻറ്റിജർ അല്ല, അതൊരു നെഗറ്റീവ് ഡെസിമലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കാരണം നമ്മൾ ഇൻറ്റിജർ പറയുമ്പോൾ അതിനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്തു, നാച്ചുറൽ നമ്പേഴ്സ് വേണം, അതിനകത്ത് നെഗറ്റീവ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാകും, പിന്നെ സീറോയും ഉണ്ടാകും. അവിടെ ഒരിടവും ഒരു ഫ്രാക്ഷണൽ കമ്പോണൻ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ -3.5 എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഡെസിമൽ ഫ്രാക്ഷൻ വരുന്നുണ്ട്. സോ അതൊരിക്കലും ഒരു ഇൻറ്റിജർ അല്ല. ഇൻറ്റിജറിനകത്ത് ഡെസിമൽസോ ഫ്രാക്ഷൻസോ വരാൻ പാടില്ല. സോ എന്താണ് ഇൻറ്റഗ്രൽ നമ്പേഴ്സ്? ക്ലിയർ ആയല്ലോ. ഒന്നുകൂടെ ഇൻറ്റഗ്രൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. ഇൻറ്റഗ്രൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് that can be written without a fractional component. Then in natural numbers, the numbers that are used for counting. Whole numbers, natural numbers along with the zero are called whole numbers. Integers, the natural numbers, negatives of natural numbers and zero together called integers. Clear? Then നമുക്ക് നോൺ ഇൻറ്റഗ്രൽ നമ്പേഴ്സിലോട്ട് വരാം. നോൺ ഇൻറ്റഗ്രൽ നമ്പേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് ടൈപ്പ് ഉണ്ട്, നോർമൽ ഫ്രാക്ഷൻസും ഡെസിമൽ ഫ്രാക്ഷൻസും. നോർമൽ ഫ്രാക്ഷൻസും ഡെസിമൽ ഫ്രാക്ഷൻസും ഇതിനകത്ത് വരും. എന്താണ് ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ദാറ്റ് സേസ് ഹൗ മെനി പാർട്ട് ഓഫ് ദ ഹോൾ ഈസ് ദ ഗിവൺ നമ്പർ. നമ്മളൊരു ഹോളായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കൺസിഡർ ചെയ്താൽ അതിൻ്റെ എത്ര പാർട്ടാണ് ഗിവൺ നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്രാക്ഷൻ. അവിടെ ഫ്രാക്ഷൻ രണ്ട് നമ്പർ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് മുകളിൽ എഴുതുന്ന നമ്പറിന് ന്യൂമറേറ്റർ എന്നും താഴെ എഴുതുന്ന നമ്പറിന് ഡിനോമിനേറ്റർ എന്നും പറയും. ക്ലിയർ? ഫ്രാക്ഷൻ നമുക്ക് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫ്രാക്ഷൻസ് പ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻസും ഉണ്ട്. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? സിമ്പിൾ ഡെഫിനിഷൻ കുഞ്ഞുനാളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദ ഫ്രാക്ഷൻ ഇൻ വിച്ച് ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ഈസ് കോൾഡ് പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററുകൾ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന പോയിന്റ് മനസ്സിലാക്കുക, all proper fractions are less than 1. There is no exception. All proper fractions are less than 1. Here I am discussing only about positive numbers, not negative numbers. നമുക്കിപ്പോൾ ഡെസിമലായാലും ഫ്രാക്ഷനിലും നെഗറ്റീവ് നമ്പേഴ്സും വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല, പോസിറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ all proper fractions lie in between 0 and 1. Then improper fraction. In improper fraction, numerator is greater than denominator. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ 1. യു ക്യാൻ കൺവേർട്ട് ദിസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻ ടു മിക്സഡ് ഫ്രാക്ഷൻ ആൻഡ് വൈസ് വേഴ്സ. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷന് മിക്സഡ് ആക്കാം, മിക്സഡിന് ഇംപ്രോപ്പർ ആക്കാം. ബട്ട് യു കനോട്ട് കൺവേർട്ട് ദിസ് ഫ്രാക്ഷൻ ഇൻ ടു മിക്സഡ്. പ്രോപ്പർ ഫ്രാക്ഷൻ ഒരിക്കലും മിക്സഡ് ആകുന്നില്ല. ക്ലിയർ? ദെൻ അടുത്തതിലേക്ക് വരുമ്പോൾ ഡെസിമൽ നമ്പേഴ്സ്. എന്താ ഡെസിമൽ നമ്പേഴ്സ്? Decimal fractions or decimal numbers are fractions having a fractional part which has denominator power of 10. Otherwise, if the denominator of a fraction is power of 10, we can call that fraction as decimal fraction. Such numbers can be represented with the help of decimal point. ഇവിടെ നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻ വരുമ്പോൾ ഡിനോമിനേറ്റർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3/10 എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് 0.3. അതുപോലെ 10ൻ്റെ പവേഴ്സ് 10 raised to 1, 10 raised to 2, 10 raised to 3, ദാറ്റ് ഇസ് 10, 100, 1000, 10,000, lakh ഇതുപോലെ വരുന്ന നമ്പേഴ്സ് വരുന്ന സമയത്താണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഈ ഡെസിമൽ ഫ്രാക്ഷൻസ് വീണ്ടും 3 തരത്തിലുണ്ട്. ഒന്ന് ടെർമിനേറ്റിംഗ് ഡെസിമൽസ്, മറ്റൊന്ന് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ്. ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ഉണ്ട്, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് ഉണ്ട്. ഇഫ് the decimal number ends
after a particular number of fixed number of digits, it is called terminating decimal. ഒരു particular number of digits കഴിഞ്ഞിട്ട് അത് എൻഡ് ചെയ്താൽ നമുക്കതിനെ terminating decimal എന്ന് പറയാം. എൻഡ് ചെയ്യുന്നില്ല എങ്കിൽ it is called non-terminating decimals. Non-terminating decimals-നകത്ത് വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് non-terminating non-recurring decimals, non-terminating recurring decimals. അവസാനിക്കുന്നില്ല പക്ഷേ ആവർത്തിക്കുന്നു ഒരു ടൈപ്പ്, മറ്റൊന്ന് അവസാനിക്കുകയുമില്ല ആവർത്തിക്കുകയുമില്ല. ഈ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയുന്ന റാഷണൽ നമ്പറാണ്. പക്ഷേ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ക്ലിയർ? സോ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് റിയൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ റെപ്പറ്റീഷൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണോ കൺഫ്യൂഷൻ വരുന്നത് അവിടെ നിങ്ങൾക്ക് പോസ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. സോ എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.